പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 15ാം അധ്യായം ചർച്ച ചെയ്യുന്നത് മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്ത് പോളിംഗിന് തയ്യാറാക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും തുല്യ വോട്ടുകളാണ് നൽകിയിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയിലെ വിവരണങ്ങൾ പോകുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ മോക്ക് പോൾ ചെയ്ത് ക്ലോസ് ചെയ്ത് റിസൾട്ട് നമ്മുടെ ഏജന്റുമാരെ കാണിച്ച് ബോധ്യപ്പെടുത്തി എല്ലാ സ്ഥാനാർത്ഥികൾക്കും തുല്യമായിട്ട് വോട്ട് വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ക്ലിയർ ചെയ്ത മിഷനാണ് ഇത്. ക്ലിയർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് സീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ മോക്ക് പോൾ കഴിഞ്ഞ് വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്നതിന് നമുക്ക് 3 സീലുകളാണ് ആവശ്യമുള്ളത്. ആദ്യത്തേത് നമ്മുടെ ഗ്രീൻ പേപ്പർ സീൽ എന്ന് പറയും. ABCD ഉണ്ടാവും. ഗ്രീൻ പേപ്പർ സീലിൽ നമ്പർ ഉണ്ടാവും. ഈ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക. അതിൻ്റെ വെള്ളവശത്ത് നമ്മുടെ ഏജന്റുമാരുടെ ഒപ്പ് നമ്മൾ വാങ്ങിക്കുന്നു. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ടാഗ് എന്ന് പറയുന്നത്. ക്ലോസ് ബട്ടന് മുകളിൽ വെക്കുന്നതാണ് സ്പെഷ്യൽ ടാഗ്. ഇതിലും സീരിയൽ നമ്പർ ഉണ്ട്. അതിൻ്റെ പുറകുവശത്ത് വൈറ്റ് കളർ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഏജന്റുമാരെ കൊണ്ട് ഒപ്പ് രേഖപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ABCD സ്ട്രിപ്പ് സീൽ എന്ന് വിളിക്കും. ABCD എന്നുള്ള അക്ഷരങ്ങൾ അതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആ സീലാണ് നമ്മൾ മൂന്നാമതായി ഉപയോഗിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ പേപ്പർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. പേപ്പർ സീലുകൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ആദ്യം നമ്മൾ ക്ലോസ് ചെയ്യുന്നത് റിസൾട്ട് സെക്ഷനാണ്. റിസൾട്ട് സെക്ഷൻ്റെ കമ്പാർട്ട്മെൻ്റ് ആണ് കാണുന്നത്. അതിനകത്തുകൂടെ നമ്മൾ ഗ്രീൻ പേപ്പർ സീൽ അറ്റാച്ച് ചെയ്യുന്നു. ഗ്രീൻ പേപ്പർ സീൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. വെക്കുമ്പോൾ വെള്ളവശം നമ്മളെ ഫേസ് ചെയ്യുന്ന വിധത്തിൽ കയറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. 2 സൈഡിലേക്കും തുല്യമായിട്ട് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ എടുത്താൽ മതി. ഒരു സൈഡ് ബിയും ഒരു സൈഡ് ഡിയുമാണ് ഇപ്പം നമുക്ക് നിൽക്കുന്നത്. ആരോ മാർക്ക് ഉണ്ട്, മുകളിലേക്ക് എന്നുള്ളത് ആരോ മാർക്ക് ഉണ്ട്. അതൊന്ന് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ ഗ്രീൻ പേപ്പർ സീൽ വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ടിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്താൽ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. അവിടെ നമ്മൾ ചെറുതായിട്ട് നൂലിട്ടൊന്ന് കെട്ടും. നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അടച്ചു. ചെറുതായിട്ട് നൂലിട്ട് ഒന്ന് കെട്ടി. നമുക്ക് സ്പെഷ്യൽ ടാഗ് ഉണ്ട്. ആ സ്പെഷ്യൽ ടാഗിൽ ഒപ്പ് വാങ്ങിച്ച് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ഹോളിൽ ഒന്ന് ചെറുതായിട്ട് അല്പം ലൂസ് ഇട്ട് വേണം കെട്ടാൻ. കാരണം നമുക്ക് ക്ലോസ് ബട്ടൻ്റെ മുകളിൽ അത് വെക്കാനുള്ളതാണ്. കൃത്യമായിട്ട് ക്ലോസ് ബട്ടൻ്റെ മുകളിൽ നമ്മുടെ സ്പെഷ്യൽ ടാഗ് വെച്ചു. നമ്മുടെ രണ്ടാമത്തെ കേസ് നമ്മൾ അടയ്ക്കുകയാണ്. രണ്ടാമത്തെ കേസ് അടച്ച് നമുക്ക് സ്ട്രിപ്പ് സീൽ നമ്മൾ ഒട്ടിക്കുകയാണ്. സ്ട്രിപ്പ് സീലിൻ്റെ ABCD എയുടെ നമ്മൾ സ്ട്രിപ്പ് സീൽ ആദ്യം കേസിൻ്റെ മുകളിൽ വെച്ചു. A എന്ന പോർഷൻ ഗ്രീൻ പേപ്പർ സീലിൻ്റെ A എന്ന പോർഷൻ സ്ട്രിപ്പ് സീലിലേക്ക് നമ്മൾ ഒട്ടിക്കുന്നു. നമ്മുടെ സ്ട്രിപ്പ് സീലിലുള്ളത് ABCD എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്ന പോലെ തന്നെ AB ആ ഓർഡറിൽ തന്നെ നമ്മൾ വെക്കുന്നു. നമ്മുടെ മെഷീനിൽ സെറ്റ് ചെയ്യുന്നത് ആദ്യം A എന്ന ലെറ്ററാണ് നമ്മൾ വെക്കുന്നത്. എയുടെ മുകളിലേക്കാണ് ഗ്രീൻ പേപ്പർ സീലിൻ്റെ A വരുന്നത്. കൃത്യമായി മുകളിലേക്ക് വന്നു. അതിന് മുകളിലേക്ക് B എന്ന ലെറ്ററാണ്. ബിയുടെ മുകളിലേക്ക് B വരുന്നു. അതിന് മുകളിലേക്ക് നമുക്ക് നമ്പർ കാണാം. ആ നമ്പർ നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിരിക്കണം.
അവിടെ നമ്മൾ സി ഉണ്ട്. നമ്മുടെ സി കൃത്യമായിട്ട് കാണാം. സിയുടെ മുകളിലേക്ക് ഗ്രീൻ പേപ്പർ സീലിന്റെ സി നമ്മൾ ഒട്ടിച്ചു. ഏറ്റവും ടോപ്പിൽ വരുന്നു ഡി. നമ്മൾ ആന്റി ക്ലോക്ക് വൈസിലാണ് സ്ട്രിപ്പ് സീൽ എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ ക്ലോസ് ബട്ടന്റെ മൂടിയുടെ താഴത്തുകൂടെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം നമ്മൾ ഡി എന്ന പോർഷനാണ് ഒട്ടിക്കുന്നത്. ഡിയുടെ മുകളിലേക്ക് കൃത്യമായിട്ട് ഡി ഒട്ടിച്ചു. നമ്മുടെ കമ്പാർട്ട്മെന്റിൽ കൺട്രോൾ യൂണിറ്റിൽ നമ്മുടെ വലിയ കേസ് നമ്മൾ അടച്ചിരുന്നു. ആ വലിയ കേസിലും നമ്മൾ ഒരു അഡ്രസ് ടാഗ് കൂടി നമ്മൾ ഒട്ടിക്കാനുണ്ട്. മോക്ക് പോൾ കഴിഞ്ഞുള്ള സീലിംഗ് ആണ്. നൂല് കോർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടുന്നു. നമ്മുടെ പോളിംഗ് ബൂത്തിന്റെ നമ്പറും പേരും എല്ലാം എഴുതിയ അഡ്രസ് ടാഗ് അതിൽ കോർത്ത് കെട്ടുന്നു. നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ പുറകിലേക്ക് അത് ഒട്ടിച്ചു വയ്ക്കുന്നു. സീൽ ചെയ്ത് ഒരു സെല്ലോ ടോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒട്ടിച്ചു വയ്ക്കുന്നു. ഇതോടുകൂടി നമ്മുടെ സീലിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാ മെഷീൻ നമ്മുടെ വോട്ടിങ്ങിന് സജ്ജമായിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാ ബാലറ്റ് യൂണിറ്റുകളും ഡിറ്റാച്ച് ചെയ്തിരുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. നമ്മുടെ വോട്ടിംഗ് പ്രൊസീജിയർ ആരംഭിക്കുന്നു. മോക്ക് പോൾ കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് സീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ത്രിതലം ലളിതത്തിന്റെ 15-ാം അധ്യായം പറഞ്ഞു തന്നത്. ഈ വീഡിയോയുടെ വോയിസ് ഓവർ ബിനുമോൾ PK, ഡിസ്ട്രിക്ട് ലെവൽ മാസ്റ്റർ ട്രെയിനർ ആൻഡ് ഡെപ്യൂട്ടി തഹസിൽദാർ, LANH നമ്പർ 2, പാലക്കാട്. മൊബൈൽ 8547183484. ഈ വീഡിയോയുടെ എഡിറ്റിംഗും നിർവഹണവും നടത്തിയത് ഫൈസൽ PK, ഡിസ്ട്രിക്ട് ലെവൽ മാസ്റ്റർ ട്രെയിനർ ആൻഡ് ജൂനിയർ സൂപ്രണ്ട്, ഓഫീസ് ഓഫ് ജോയിന്റ് ഡയറക്ടർ LSGD, പാലക്കാട്. മൊബൈൽ 9847002129. പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.